സുപ്രിയ, കെട്ടുകൾ ഓരോന്നായി അഴിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും എന്നെ നീ കൺഫ്യൂഷനിലാക്കാൻ ശ്രമിക്കുകയാണോ? ആ ബേക്കറിക്കാരി സെന്റിമെന്റൽ അപ്രോച്ചിൽ കൂടി എന്താണ് ഉദ്ദേശിക്കുന്നത്? അമ്മയും അവളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ മറവിൽ എന്നെ തളച്ചിടാൻ ശ്രമിക്കുകയാണോ അവൾ? അവളുടെ കള്ളക്കണ്ണീര് കൊണ്ട് നിന്റെ ഓർമ്മകളെ എന്നിൽ നിന്ന് കഴുകിക്കളയാമെന്നാണോ അവൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അവളുടെ ഉള്ളിലെ നന്മകളെ ഞാൻ കുറച്ചു കാണുന്നില്ല. പക്ഷേ കണ്ണീര് കാണിച്ചാൽ ഒരാൾ എന്റെ ജീവിതത്തിൽ ഇനിയില്ല. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് ഒഴിവാക്കാൻ നീ തന്നെ ഒരു വഴി പറഞ്ഞു തരണം സുപ്രിയ, പ്ലീസ്. DKയുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് പോലും സുപ്രിയാന്റിയുടെ ഓർമ്മകളെല്ലാം മായ്ച്ചു കളയാനുള്ള ഇവളുടെ തന്ത്രമാണിത്. ഇതിനേക്കാൾ ഭേദം നീ DK അങ്ങ് കൊല്ലുകയായിരുന്നു. ഇത് DKയുടെ മനസ്സിനുണ്ടാക്കിയ മുറിവ് എത്ര വലുതാണെന്ന് അറിയോ നിനക്ക്? ആദ്യം ചേച്ചി പോയി സ്വന്തം ഭർത്താവിനെ നേർവഴിക്ക് നയിക്കാൻ നോക്ക്. ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് ജീവിച്ചിട്ട് മതി എന്നോട് ന്യായം പറയുന്നത്. നീ ഇവന് വേണ്ടിയിട്ടാണോ എന്നെ എതിർക്കുന്നത്?
എന്നെക്കാളും നിനക്ക് ഇവനെ വിശ്വാസമാണോ? നിന്റെ കൂടെ പിറപ്പിനേക്കാൾ ഇന്നലെ കണ്ട ഭാര്യയുള്ള ഇവനെ വിശ്വസിക്കുന്ന നീ വിട്ടിയാ, ഭൂലോക വിട്ടി. ഇനി അവിനാശിനെ അപമാനിച്ച ഡിവേഴ്സിന് മുൻപ് തന്നെ ഞാൻ അവിനാശിനെ വിവാഹം കഴിച്ചുകൊണ്ടായിരിക്കും ഇതിനൊക്കെ മറുപടി പറയുന്നത്. അത് മറക്കണ്ട. നിനക്ക് ഇത്രയ്ക്ക് ധിക്കാരോ? ഇവന് വേണ്ടി നീ ഒരു അക്ഷരം മിണ്ടിയ ഇപ്പൊ തന്നെ ഞാൻ എന്റെ DK അറിയിക്കും. പിന്നെ ഇവന്റെ ജീവിതം എങ്ങനെയായിരിക്കും നിനക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. മര്യാദയ്ക്ക് വീട്ടിൽ പോടി, പോകാൻ. ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം വന്ന് വീണതല്ല. എന്റെ സമയം ഇപ്പൊ തീരെ ശരിയല്ലെന്നാ തോന്നുന്നു. ഞാൻ എന്ത് ചെയ്താലും അത് അബദ്ധത്തിലാ ചെന്ന് അവസാനിക്കുന്ന. എന്റെ വിധി. നല്ലത് ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കും. പക്ഷെ ഒടുവിൽ എല്ലാവരുടെയും ചീത്ത കേൾക്കുകയും ചെയ്യും. ജാതകത്തിൽ എനിക്കിപ്പോ കണ്ടകശനിയാണെന്നാ തോന്നുന്നു. ഞാനും കൂടി സഹായിക്കണോ? ഒരു വയലിൻ വാങ്ങാൻ എത്ര പണം വേണമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഇതിന് നൽകുന്ന മൂല്യം എത്രയാന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്നെ കുറച്ച് വഴക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഉള്ളിലുള്ള സങ്കടത്തിന്റെ കാരണം ഞാനല്ലേ? നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോ എനിക്ക് പേടിയാവോ? ഇല്ല, പ്ലീസ് എന്നോട് ക്ഷമിക്ക. തെറ്റ് എന്റെ ഭാഗത്താ. സോറി. സോറി. മനുഷ്യന്റെ മനസ്സെന്താന്ന് അറിയില്ല നിനക്ക്. പിന്നെ എങ്ങനെ ഈ വയലിന്റെ വില അറിയും? എനിക്കറിയാം DK. കുറച്ചു നേരത്തേക്കെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടും. ഇവളുടെ കാര്യം നോക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. ഇവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും നിന്നെ ബാധിക്കില്ല. ഇനി എന്റെ മോളുടെയും അവിനാശിന്റെയും കാര്യത്തിൽ നീ ഇടപെടരുത്. എന്റെ മകൾ ആഗ്രഹിച്ചത് ഞാൻ നടത്തിക്കൊടുക്കും.
ഇനി അതിനിടെ കേറി വന്ന സെന്റിമെന്റ്സും പറഞ്ഞ് അത് തടസ്സപ്പെടുത്താൻ നോക്കിയ വച്ചേക്കില്ല ഞാൻ. മനസ്സിലായോടി അസത്തെ? പ്രിയേ, ആശാലതേ, ആശാലതേ, പേടിക്കണ്ട. എന്താ? എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? ഞാൻ ഒച്ച വയ്ക്കുന്നതാണോ ഇവിടെ പ്രശ്നം? ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് നീ അറിയുന്നുണ്ടോ? പിന്നെ അറിയാതെ നിങ്ങളുടെ മൂത്ത മോൾക്ക് ഭ്രാന്ത് കയറി എന്റെ മോളെ അവള് തല്ലി ഇറക്കി വിട്ടു. അത് ഒരു കാര്യമില്ലാതെ ഇവന്റെ പേരും പറഞ്ഞു എന്റെ മോൾ അവിടുന്ന് പിണങ്ങി പോന്നു. സത്യം മനസ്സിലാക്കി ഇവൻ ഇവളെ ആശ്വസിപ്പിക്കാൻ വന്നു, അത്രേ ഉള്ളൂ. ജ്യോതി മോൾ എന്തിനാ ഇവളെ അടിക്കുന്നത്? ഇത് ഞാൻ വിശ്വസിക്കില്ല. അല്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം സ്വന്തം മോളെ മാത്രമാണല്ലോ. അടി കൊണ്ട് തിണർത്ത എന്റെ മോളുടെ മുഖത്തെ പാട് നിങ്ങൾ കണ്ടോ? അവളുടെ മുഖം നിങ്ങൾ കണ്ടോ? ഇത് അടിയുടെ പാട് തന്നെ, ഒരു സംശയവുമില്ല. പറ മോളെ, അവൾ എന്തിനാ നിന്നെ അടിച്ചത്? അങ്ങനെ ഒരു കാര്യമില്ലാതെ അവള് നിന്നെ അടിക്കില്ല. പറ, എന്തായിരുന്നു പ്രശ്നം? ഞാൻ പറയാം കേൾ. സുപ്രിയയുടെ ഒരു വയലിൻ ഡി കെ പൊട്ടിച്ചു. അതിനെ ചൊല്ലി ഡി കെയും ജ്യോതി തമ്മിൽ വഴക്കുണ്ടായി. അപ്പോ എന്തോ പറയാൻ ചെന്ന പ്രിയയെ ജ്യോതി തല്ലി. അവിടുന്ന് കരഞ്ഞു നിലവിളിച്ച് പ്രിയ ഇങ്ങോട്ട് പോന്നു. അതാ ഞാൻ പിന്നാലെ തിരക്കി പിടിച്ചു വന്നത്. അങ്ങനെ ആവശ്യമില്ലാതെ എടുത്ത് ചാടുന്നവളല്ല എന്റെ മോള്. അവൾ ഇവളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉറപ്പായിട്ടുണ്ടാവും. പറ മോളെ, എന്താ കാരണം? തെറ്റ് ചെയ്തത് നിങ്ങളുടെ മോള്. അതിന് ഇവളെ ചോദ്യം ചെയ്യുന്ന എന്തിനാ? അവളോട് പോയി ചോദിക്ക് എവളെ എന്തിനാ തല്ലിയെന്ന്. അവിനാഷ്, എന്തെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരും. ഓക്കെ, പോയിട്ട് വരാം. അല്ല, അങ്കിൾ എന്താ പറഞ്ഞു വരുന്നത്? സ്വപ്നങ്ങൾ ഒരുപാട് കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാ പെൺകുട്ടികൾ. പലതും ആഗ്രഹിക്കാൻ പാടില്ലാത്താണെന്ന് അവർക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ, മോനിനി അനാവശ്യമായി ഈ വീട്ടിലേക്ക് വരരുത്. അതെനിക്കിഷ്ടമല്ല. മറ്റൊന്നും കൊണ്ടല്ല, മോനോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാനൊരു അച്ഛന്റെ കടമ ചെയ്തില്ലെങ്കിൽ അതെന്റെ പരാജയമാവും. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. മോന് മറ്റൊന്നും തോന്നണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് എന്നോട് വിരോധവും തോന്നണ്ട. ഇതൊരച്ഛന്റെ കടമയാണ്. അങ്ങനെ കണ്ടാ മതി. എന്നാ ചെല്ല്. അച്ഛൻ പഴയ ഒരു കാര്യം പറയാം. മോൾക്ക് ഓർമ്മയുണ്ടാകാൻ വഴിയില്ല. പണ്ടെന്ന് പറഞ്ഞാൽ നിനക്കന്ന് 3 or 4 വയസ്സ് കാണും. ഒരു ദിവസം അച്ഛന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഈർക്കിലിയുടെ തുമ്പുകൊണ്ട് മോളുടെ കൈത്തണ്ടയിൽ ഒരു പോറൽ പറ്റി. നന്നായി നൊന്തെങ്കിലും നീ കരഞ്ഞില്ല. പക്ഷേ അന്ന് അത് കണ്ട് കരഞ്ഞത് മുഴുവൻ നിന്റെ ചേച്ചിയായിരുന്നു. അത്രയ്ക്ക് സങ്കടമായിരുന്നു അവൾക്ക്.
ഒരാഴ്ച അവൾ ഈ അച്ഛനോട് മിണ്ടിയില്ല. അന്ന് രാത്രി അവള് എന്റെയും നിന്റെ അമ്മയുടെ അരികിൽ നിന്ന് നിന്നെ വാരിയെടുത്ത് അവളുടെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കി. പിന്നെ ഒരിക്കലും നിന്നെ ഒന്ന് നോവിക്കാൻ, എന്തിന് ഒന്ന് വഴക്ക് പറയാൻ പോലും അവൾ എന്നെ അനുവദിച്ചിട്ടില്ല. നിന്റെ ചേച്ചിക്ക് നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണ് മോളെ. അന്നും ഇന്നും നീ കഴിഞ്ഞ അവൾക്ക് മറ്റെന്തുള്ളൂ. അവള് നിന്നെ അടിച്ചെങ്കിൽ ഒന്നുകിൽ അതെന്തെങ്കിലും ടെൻഷൻ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരിക്കും. അത് ശരി. അപ്പൊ എന്റെ മോളെ അടിച്ചത് തെറ്റല്ലെന്നാണോ? ഇവളെന്താ ചെറിയ കുട്ടിയാണോ? കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള പ്രായം ഇവൾക്കും ആയില്ലേ? പ്രായം ഉണ്ടെന്ന് വെച്ച് വിവേകം ഉണ്ടാവണമെന്നില്ലല്ലോ. മോളെ, അവള് നിന്നെ അടിച്ചത് തെറ്റ് തന്നെ, സമ്മതിക്കുന്നു. എന്ന് കരുതി നിങ്ങൾ അനിയത്തിയും ചേച്ചിയും ഇങ്ങനെ പിണങ്ങിയിരിക്കാനുള്ളവരാണോ? ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിച്ച് നല്ല വഴക്ക് കൊടുക്കാം. അവൾ ഇനി നിന്റെ ദേഹത്ത് തൊടില്ല. പോരെ? DKക്ക് ഇത്രയും പ്രിയപ്പെട്ട വയലിൻ മനഃപൂർവ്വം പൊട്ടിച്ചിട്ട് പോലും DK പ്രതികരിച്ചില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുക. DK, നിങ്ങൾ അറിയാതെ ഈ വീട്ടില് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും അറിഞ്ഞില്ല കണ്ടില്ല എന്ന് നടിച്ചാൽ അത് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചെന്ന് വരും. എന്നുവെച്ചാൽ പറഞ്ഞോളൂ. ജ്യോതിയുടെ കാര്യം തന്നെയാ. അമ്മയുടെ സപ്പോർട്ട് ഉണ്ടെന്ന ബലത്തില് അവൾ ഈ വീട്ടിലെ മറ്റുള്ളവരെ എല്ലാം വളരെ നിസ്സാരമായിട്ടാ കാണുന്നത്. ഇങ്ങനെ തുടർന്ന ഞങ്ങൾക്ക് ആർക്കും അത് സഹിക്കാനാവില്ല. ഈ ഒരു വീടിനുള്ളിലാണെങ്കിലും ഞങ്ങള് വേറെ 3 കുടുംബങ്ങൾ തന്നെയാ. അവളെ നിലയ്ക്ക് നിർത്താൻ DK ഒന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് ജ്യോതി കാരണമാണ് ഈ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ ഞങ്ങൾക്കെല്ലാം മനസമാധാനത്തോടെ ജീവിക്കണം. അവൾ ഇനി ഈ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ മായയുടെ അഭിപ്രായം? ജ്യോതിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ഭാര്യയായിട്ട് DK അവളെ അംഗീകരിക്കുന്നില്ല. പിന്നെന്തിനാ അവൾ ഇനി ഈ വീട്ടില് ഒരു ബാധ്യതയായിട്ട് തുടരുന്നത്? പിരിയുന്നതല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത്. ഞങ്ങൾക്കും അത് തന്നെ ആഗ്രഹം. ഒമ്പടി ഭയങ്കരി. ഒരവസരം കിട്ടിയപ്പോ എന്നെ പുകച്ച് പുറത്തു ചാടിക്കാൻ നോക്കുന്നു. ശരിയാക്കി തരാൻ ഞാൻ. അത് ശരി. അപ്പൊ ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. 3 മരുമക്കൾക്കും ഇതേ അഭിപ്രായം തന്നെയല്ലേ? ആ, അതെ. ഇപ്രകാരമാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജ്യോതി വരും മുമ്പ് ഈ വീട്ടിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എല്ലാവർക്കും മനസമാധാനം ഉണ്ടായിരുന്നു. അന്ന് ഈ വീട് നോക്കിയതാരാ? ഞാനാണ്. ഇപ്പോ നിന്നോട് ഈ വീട് നോക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. എങ്കിൽ പോയി ആദ്യം ആ ജോലി ചെയ്യൂ. ജ്യോതിയെ കുറ്റം പറയുന്നത് നിർത്തിയാൽ തന്നെ നിങ്ങൾക്ക് പകുതി മനസമാധാനം കിട്ടും. എന്തുപറ്റി? എന്താ രണ്ടുപേരുടെയും മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ ഞങ്ങളൊന്ന് കൂടി. ഓ, അത് ശരി. അപ്പൊ മദ്യപിച്ചിട്ടാണ് രണ്ടുപേരും വന്നിരിക്കുന്നല്ലേ? ഞങ്ങൾക്കൊന്ന് മദ്യപിക്കണമെങ്കിൽ നിങ്ങളുടെ പെർമിഷൻ വേണം. മിണ്ടി പോരുത്. കുടിച്ചിട്ട് വന്നിരിക്കുന്നു. അതെ, ഞങ്ങള് കുടിച്ചത് DKയുടെ കാശിനല്ല, ഞങ്ങളുടെ കാശിന് തന്നെയാ. ഞങ്ങൾക്കൊന്ന് കുടിക്കണമെന്ന് തോന്നിയ അതിനുള്ള സ്വാതന്ത്ര്യം വീട്ടിലില്ല. DK താഴേക്ക് വരുന്നുണ്ട്. ഇതെങ്ങാനും DK കണ്ട നിങ്ങളുടെ കാര്യം പോക്കാം.
വേഗം വാ. വരട്ടെ, ഡീക്ക വരട്ടെ. ഞങ്ങൾ എന്തിനാ കുടിച്ചതെന്ന് ഡീക്കയും കൂടി അറിയട്ടെ. മര്യാദക്ക് ഇങ്ങോട്ട് വാ. നിന്നോടൊക്കെ വരാനാ പറഞ്ഞത്. വാ. ശരിയല്ലേ? ഇല്ലേ? ബുദ്ധിയുണ്ട്, പക്ഷേ അത് പ്രയോജിക്കാൻ ഒരു അവസരം കിട്ടണ്ടേ? ഒരു അവസരം. ഇതിന്റെ കൺട്രോൾ പോയി നിൽക്കും. കൺട്രോൾ യുവർ സെൽഫ്. ദാറ്റ്സ് ഇറ്റ്. രണ്ടെണ്ണത്തിന് തുരുമ്പ് വെളിവില്ല. ഡീക്കയുടെ മുന്നിൽ എങ്ങാനും ചെന്നപ്പെട്ട അതോടെ തീർന്നു. ഇവരുടെ ഈ വരവ് ആ ജ്യോതി കണ്ടു. എങ്കിൽ കഴിഞ്ഞു. അവൾ ഇപ്പോഴേ ആ വിവരം ഡീക്കെ അറിയിച്ചു കാണും. ഡീക്ക് അറിയട്ടെന്നേ. ഞങ്ങളൊക്കെ ഈ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരാ. ഡീക്കയോട് പോവാൻ പറ. രണ്ടെണ്ണം അടിച്ച് സന്തോഷിക്കാൻ പറ്റുന്ന സമയം ആഘോഷിക്കണം. അതാണ് എന്റെ രീതി. അതെ, നിങ്ങളിത് എന്തായാലും കേൾക്കണം. നമ്മള് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോവാ. ബാലു സ്റ്റോപ്പ്. ഇങ്ങനെ മദ്യപിച്ച് വെളിവില്ലാത്ത അവസ്ഥയിലല്ല ഇതൊന്നും പറയേണ്ടത്. രണ്ടാളും ഇവിടെ മര്യാദക്കിരുന്നോണം. നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ കാണണം. ഞാൻ ജ്യോതി ഒന്ന് കാണട്ടെ. അവളിനി ഡീക്കയോട് ഇതെല്ലാം കൂടി എഴുന്നള്ളിച്ച് എന്ത് കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്നെന്ന് നോക്കട്ടെ. എന്താ? മറ്റുള്ളവരുടെ സമാധാനം കളഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് സുഖിക്കുകയാണോ? ഞാൻ ആരുടെ സമാധാനം കളഞ്ഞു എന്ന് നീ പറയുന്നത്? നീ വന്നത് മുതലാ ഈ വീട്ടില് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായത്. ഇപ്പോ ഈ കുടുംബം മുഴുവൻ നീ കാരണം ഡിസ്റ്റർബ്ഡ് ആയി. യാതൊരു ദുശീലങ്ങളും ഇല്ലാതിരുന്നവരാ ഞങ്ങളുടെ ഭർത്താക്കന്മാര്. പക്ഷെ ഇന്ന് ഗോകുലും ബാലുവും മദ്യപിച്ചു. എന്തുകൊണ്ടാ അത്? എനിക്കെങ്ങനെ അറിയാം? പ്രായപൂർത്തിയായ ആണുങ്ങൾ ചിലപ്പോ മദ്യപിക്കും. ചിലപ്പോ ഭാര്യമാരുടെ ശല്യം കാരണവും ഭർത്താക്കന്മാര് മദ്യപിക്കും. അല്ല, ഇവിടെ അതിനായിരിക്കും സാധ്യത. മിണ്ടരുത്. നീ കാരണോ അവരുടെ മനസ്സ് തകർന്നത്. അതുകൊണ്ടാ അവര് കുടിച്ചത്. ഞാൻ കാരണം മനസ്സ് തകർന്നോ? അതിന് അവരും ഞാനും തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഞാനൊരു വേസ്റ്റ് ആണെന്ന് ഉറക്കെ അങ്ങ് പറഞ്ഞപ്പോ ഈ വീട്ടിലെ ഓരോരുത്തരും എന്തൊക്കെയാണെന്ന് ഞാനും അങ്ങ് പറഞ്ഞു. അത്രയല്ലേ സംഭവിച്ചുള്ളൂ. അല്ല, ഞാനും ഡീക്കയും തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങള് ഞങ്ങൾ തന്നെ തീർത്തോളാം. മനസ്സിലായോ? നീ ഈ വീട്ടിൽ കാല് കുത്തുന്നതിന് മുമ്പ് ഈ വീടിനെ വൃത്തിയായിട്ട് നോക്കിയിരുന്നത് ഞാനാണ്. അന്ന് നിന്റെ ഭർത്താവും അനിയന്മാരും കള്ളു കുടിച്ചിരുന്നില്ലേ? അതൊക്കെ ആരും അറിയാതെ നീ അങ്ങ് ഒളിപ്പിച്ചു വെച്ചു. നിർത്തുന്നുണ്ടോ? ഈ വീടിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നീ ഇടപെടണ്ട. അത് പറയാൻ നിനക്കെന്താ അവകാശം? സ്ഥാനവും ബന്ധവും നോക്കിയാ ഈ ജ്യോതി നിൽക്കുന്നതിന്റെ 4 അടി ദൂരം മാറി കയ്യും കെട്ടി നിക്കണം നീ. ഈ വീട്ടിലെ മരുമകളാ ഞാൻ. നീ അടക്കം 3 എണ്ണവും എന്റെ മരുമക്കളാ. അങ്ങനെ നോക്കിയാ നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരും എന്റെ ആജ്ഞ അനുസരിക്കാൻ കടപ്പെട്ടവര് തന്നെയാ. ഓഹോ, നീ ഇത്രയൊക്കെ പറയാറായോ? അനുഭവിച്ചു മടുക്കുമ്പോ ആരായാലും പ്രതികരിക്കും. നീ അല്ല അനുഭവിക്കുന്നത്, ഞങ്ങളാ. ഇത്ര നാള് നീ ചെയ്തതൊക്കെ വെറും മണ്ടത്തരങ്ങളും അബദ്ധങ്ങളുമാണെന്ന് കരുതി. ഇപ്പോ അമരാവതിയിലെ മക്കളെ കുറ്റം പറയുന്നിടത്ത് വരെ നീ അങ്ങ് വളർന്നു അല്ലേടി? മദ്യപാനം ശീലമാക്കിയവര് മാത്രമേ മദ്യപിക്കാറുള്ളൂ. ഗോകുലും ബാലുവും വരുന്ന വരവ് ഞാൻ കണ്ടതാ. അത് ഞാൻ കാരണമാണ് എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഭർത്താക്കന്മാരെ കൺട്രോൾ ചെയ്യേണ്ടത് ഭാര്യമാരുടെ കടമയാ. അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ ഇതൊന്നും ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അതെ, ദൈവം വാ തന്നിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, സംസാരിക്കാനും കൂടിയാ. എനിക്ക് നിന്റെ മണ്ടത്തരങ്ങൾ കേൾക്കണമെന്നില്ല. ഓ, നിങ്ങളുടെ ചീത്ത കേൾക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല. എടുത്തിയാട്ടം നിന്റെ ജീവിതം തകർക്കും. അത് ഞാൻ അങ്ങ് സഹിച്ചു.
നീയല്ലല്ലോ നിന്നെ കൊണ്ട് സഹിക്കുന്നത്. ഈ വയലിൻ പൊട്ടിച്ചതിന് നിന്നെ എത്ര ചീത്ത പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ പോത്തിന്റെ ചെവിയിൽ വേദോതിയിട്ട് കാര്യമില്ലല്ലോ. ചില ജന്മങ്ങൾ ഇങ്ങനെയാ, എത്ര പറഞ്ഞാലും പഠിക്കില്ല. ഈ വീട് വിട്ടു പോകും മുമ്പ് ഇനിയും എന്തൊക്കെ തകർക്കാനുണ്ടെന്ന് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ നീ? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ ശേഷമേ നിങ്ങൾ എന്റെ വില അറിയൂ. എവിടെ പോയതിനു ശേഷം? മുകളിലേക്ക്, അല്ലാതെ ഇങ്ങോട്ട്. ഇവിടുന്ന് അങ്ങോട്ട് കാറും വിമാനമൊന്നും പോവില്ല. ടിക്കറ്റ് എടുത്ത് പോവാൻ അത് ടൂറിസ്റ്റ് പ്ലേസും അല്ല. മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെല്ലാവരും ഒരു റിട്ടേൺ ടിക്കറ്റും കൊണ്ട് തന്നെയാ വരുന്നേ. ഓ, അത് ശരി. ഞാൻ വിചാരിച്ചത് നീ ഏതോ സർക്കസ് കൂടാരത്തിന്ന് വന്നതെന്നാ. ഈ വീട് ഒരു സർക്കസ് കൂടാരമാണല്ലോ. നിങ്ങളുടെ ഫാമിലി സർക്കസ് കൂടാരം. എല്ലാ മൃഗങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെ വന്നേ പിന്നെയാ എന്റെ ജീവിതം ഒരു ബഫൂണിനെ പോലെ ആയത്. ഒന്ന് വായടച്ചു പോയി കിടക്കാവോ? ഇതുവരൊന്നും ഫൈനലായില്ലേ? അതെ അളിയ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്തായാലും പുതിയൊരു ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങുമ്പോ 4 പേര് കേട്ട അന്തസ്സുള്ളൊരു ബിസിനസ് വേണ്ടേ? അത് വേണം, അത് വേണം. നിങ്ങളെ ആരും ഇനി DKയുടെ അടിമകളായിട്ട് കാണരുത്. ഇത്രയും കാലം ചെയ്തതിനൊന്നും ഒരു വിലയില്ലാതായി. പുതിയൊരു ബിസിനസ് എന്ത് തുടങ്ങണം എന്നതിലാ ഇപ്പൊ ഞങ്ങളുടെ കൺഫ്യൂഷൻ. ഇതുവരെ ചെയ്തിരുന്ന ബിസിനസ് തന്നെ അങ്ങ് ചെയ്യണം. അതല്ലേ നിങ്ങൾക്ക് എളുപ്പം? അത് വേണ്ടലിയ. സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. DK ചെയ്യുന്ന ഹോട്ടൽ ബിസിനസ് തന്നെ തുടങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ ചെയ്താ അത് DK എതിർക്കുന്നതിന് തുല്യവും. DK ഞങ്ങളുടെ ശത്രുവല്ല. ഇപ്പൊ എല്ലാം നല്ലേ ഉള്ളൂ. അധികം താമസിക്കാതെ നിങ്ങളെ ഞാൻ നല്ല ഒന്നാം ശത്രുക്കളാക്കി തരാം. നീയൊക്കെ പരസ്പരം വെട്ടിമരിക്കാൻ തയ്യാറായിക്കോ. കൺസ്ട്രക്ഷൻ ബിസിനസ് തുടങ്ങിയാലോ എന്നാ എന്റെ ആലോചന. ആ, അത് നല്ലൊരു ഐഡിയ. നമുക്കൊരു വില്ല പ്രോജക്റ്റ് അങ്ങ് തുടങ്ങാം. യുവന്മാര് ഞാൻ വിചാരിച്ച പോലെ അത്ര കിഴങ്ങന്മാരല്ല. DKക്കെതിരെ ഇവരെ മാറ്റിയെടുക്കാൻ ഞാൻ കുറെ പ്രയാസപ്പെടേണ്ടി വരും. എന്താളിയാ, എന്തു പറയുന്നു? DKയുടെ ശിക്ഷണത്തില് ബിസിനസ് പഠിച്ചവരല്ലേ നിങ്ങൾ? അപ്പൊ ഏത് ബിസിനസ് നിങ്ങൾ വിജയിക്കും. വില്ല പ്രോജക്റ്റ് തുടങ്ങാൻ പറ്റിയൊരു സ്ഥലം ഒരിടത്ത് കിടപ്പുണ്ട്. അത് കിട്ടുമെന്ന് നോക്കാം. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളുടെ നെഞ്ച് തീ ഒരു ഇട്ടിട്ട് നീ ഇവിടെ ഇരുന്ന് പാട്ട് കേട്ട് രസിക്കല്ലേടി? നീ ഇവിടെ ഇരുന്ന് പാട്ട് കേട്ട് രസിക്കുകയാണെന്നോ? ആ, നിനക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ? എന്തിനാ എന്റെ പുറകെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തുന്നേ? നീ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് എന്താ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ആരെ കുറിച്ച് പറഞ്ഞു? നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ചോ? അവരെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ DK റെസ്റ്റോറന്റിലെ ജോലിക്കാരെ പറ്റിയല്ലേ പറഞ്ഞേ? എന്താടി പറഞ്ഞത്? ഞങ്ങളുടെ ഭർത്താക്കന്മാര് ജോലിക്കാരാണെന്നോ? പിന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാർ അവിടുത്തെ ആരാ? ചെയർമാനാണോ അതോ സിഇഒയോ? ചെറുതായാലും വലുതായാലും ഏത് ജോലിക്കും അതിന്റേതായ അന്തസ്സുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാര് DK റെസ്റ്റോറന്റിലെ ജോലിക്കാരാണെന്ന് പറയുന്നതിൽ എന്താ ഇത്ര മാനക്കേട്? നീ അധികം നെഗളിക്കണ്ട. അവരാരാണെന്ന് ഞങ്ങൾ നിനക്ക്. വാട്ട് ഈസ് ദിസ്? എന്താ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇവിടെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ജ്യോതി മാത്രമല്ല, നിങ്ങളും ഈ വീട്ടിൽ വന്നു കയറിയവരാ. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ജ്യോതി എന്റെ മരുമകളാ, നിങ്ങളോ ഇവളുടെ മരുമക്കൾ. അത് ഓർമ്മ വേണം എപ്പോഴും. ഈ വീട്ടിലുണ്ടാവുന്ന സ്മോൾ കാര്യങ്ങൾ പറഞ്ഞ് ഒടുവിലത്
ബിഗ് ബലൂണാക്കി പൊട്ടിക്കാൻ നിൽക്കരുത്. അണ്ടർസ്റ്റാൻഡ്? കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയിൽ നിങ്ങളെ കുറിച്ചൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ എന്റെ മരുമകള് സംസാരിച്ചത്. നിങ്ങളെല്ലാം കൈയടിച്ചല്ലേ, അനുമോദിച്ചില്ലേ? എന്നിട്ടാണോ ഇപ്പൊ ഇവിടെ പിന്നാലെ നടന്ന് വഴക്കിടുന്നത്? ബേട്ടി, കമോൺ, ഞാൻ നിനക്ക് നല്ല അപ്പോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. ഒരു മിനിറ്റ്, ഫോൺ എടുക്കട്ടെ. അപ്പോ മുട്ട റോസ്റ്റ്. ഇവളിനി എല്ലാം കൂടി അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്തോ. നീക്ക് അറിയാതെ ബിസിനസ് തുടങ്ങുന്ന കാര്യം അമ്മ അറിഞ്ഞ അതോടെ തീർന്നല്ല. ഇത് കൊള്ളാം അല്ലേ? വില്ല പ്രോജക്റ്റിന് പറ്റിയ പ്രോപ്പർട്ടി. പക്ഷേ ചോദിക്കുന്ന വില ഇത്തിരി കൂടുതലാ. നമുക്കേ അയാളോടൊന്ന് സംസാരിച്ചു നോക്കാം. നീ വാ. ഈ ഏരിയയില് ഇതുപോലൊരു ലാൻഡ് കിട്ടാനില്ല. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പ്രോപ്പർട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ വില ഇത്തിരി കൂടുതലാ. അതൊക്കെ ചന്ദ്രവാന് വേണ്ട പോലെ അങ്ങ് ചെയ്യും. നമ്മുടെ സ്വന്തം ആളാ. ചന്ദ്ര, ഈ ബിസിനസ്സിൽ ലാഭം നോക്കണ്ട. എന്റെ അളിയനും ബ്രദറും ചേർന്ന് തുടങ്ങുന്ന ഒരു ബിസിനസ്സാ. ഈ ലാൻഡ് ഒരു മര്യാദ വിലക്ക് നീ കൂട്. എന്റെ പൊന്ന് സാറേ, സാറ് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലുണ്ടോ? വിലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ്. അത് വെറുതെ വാക്ക് പറഞ്ഞാ പോരല്ലോ, എല്ലാം എഗ്രിമെന്റിൽ ഉണ്ടാവണ്ടേ? ഇവരാരാധ ചന്ദ്ര നിന്റെ വിചാരം? നീക്കട പുലിക്കുട്ടികളാ. ബിസിനസ് നമ്മൾ ഇവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതെനിക്കറിയാം. ഞാൻ വാക്ക് മാറ്റില്ല. പോരെ, കഴിഞ്ഞ ആഴ്ച ഒരു പാർട്ടി വന്ന് 3.5 കോടി പറഞ്ഞ പ്രോപ്പർട്ടിയാ. ഏതോ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങാന്നാ പറഞ്ഞത്. എനിക്ക് ആ വില തന്നാ മതി. സാറ് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണം. ശരി, നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ വിട്ടോ. ഓക്കെ, ശരി. എന്നാ ഞങ്ങൾ വിളിക്കാം. ഓക്കെ, കാണാം. ഓക്കെ, ശരി ചന്ദ്ര. ഓക്കെ. നീ എന്താ എന്നെ ചീത്ത പറയാണോ? എനിക്ക് നിന്നോട് താങ്ക്സ് പറയാൻ മനസ്സിലായിരുന്നു. നീ ഒരു ഫൂളാണ്, വെറും ഫൂൾ. നിന്നോട് താങ്ക്സ് പറയല്ല, നിന്നെ ചാട്ടവാറിന് അടിക്കേ വേണ്ടത്, ഇഡിയറ്റ്. ഇനി മേലിൽ ഇത് ആവർത്തിച്ചാൽ നിന്നെ തല മുട്ടയടിച്ച് പുള്ളി കുത്തി റോഡിൽ ഇറക്കി വിടും ഞാൻ. കേട്ടോടി, ബേക്കറിക്കാരി ഫൂൾ. അത്രയ്ക്കായോ? സഹായത്തിന് പകരം എന്നെ അപമാനിക്കുന്നോ? നിങ്ങളെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. കുറച്ച് നാളായിട്ട് നോക്കി വെച്ചേക്കുന്നു. വേണോ? എടി വിട്ടി, നിനക്ക് ഭ്രാന്ത, മുഴു ഭ്രാന്ത്. മര്യാദയ്ക്ക് അത് അവിടെ കൊണ്ടുവയ്ക്ക്. ആഹാ, എന്നെ ഭ്രാന്തി എന്ന് വിളിക്കുന്നല്ലേ? കാണിച്ചു തരാട്ടാ. വിഡ്ഢി മാത്രമല്ല, നീ യൂസ്ലെസ്സും കൂടിയാ. നോക്ക്, ഇവക്ക് എന്ത് പറ്റി? ഭ്രാന്തായോ? തലയുടെ പേര് ഏതോ ഒരു പള്ള തോന്നുന്നു. അമ്മായിയമ്മ നന്നായിട്ട് ഒരുങ്ങിയിട്ടാണല്ലോ വരുന്നത്. തലയിലിരിക്കുന്ന ഈ ആരോകൾക്കെല്ലാം എന്ത് ഭംഗി! ആരാ കുത്തി തന്നത്?
വേറെ ആര് കുത്താൻ? എന്റെ ഭർത്താവ് തന്നെ. ഡിക്കെയോ? ആ, നിന്റെ തലക്ക് ഇതാ ഭംഗിന്ന് ഡിക്ക് തോന്നിക്കാണും. ചിരിച്ചോ ചിരിച്ചോ. നിങ്ങൾക്ക് ഈ അനുഭവം വരുമ്പോഴേ നിങ്ങക്ക് മനസ്സിലാവൂ. ഞങ്ങളെല്ലാം തലയെ കുത്തുന്നത് പിന്നോ ക്ലിപ്പോ ഒക്കെയാ. തലമുടിയുടെ ഭംഗി കൂട്ടാൻ ഇങ്ങനെ ആരോസ് വെക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. ഇത് ഡിക്ക് നിനക്ക് പണിഷ്മെന്റ് തന്നതാണോ? മായേച്ചി, ഇവളെന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു അതിനെ കുത്തിക്കൊടുത്തതാവും. എന്തായാലും നിനക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതെ, ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താലും ഒരു കുഴപ്പമില്ല. എനിക്ക് ചിരിക്കാൻ വയ്യ. എന്താ അവിടെ? അമ്മയുടെ മരുമോള് നിക്കുന്ന കണ്ടില്ലേ? എന്തൊരു ഭംഗിയാ കാണാൻ. വണ്ടർഫുൾ വണ്ടർഫുൾ. വാട്ട് എ ബ്യൂട്ടി. ബെറ്റി സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. കളിയാക്കല്ലേ അമ്മ. അമ്മയുടെ മോൻ കുത്തിവെച്ചതേ ഇത്. നീ എന്നാ പിന്നെ നിനക്ക് ദൂരി കളഞ്ഞാ പോരായിരുന്നു. അമ്മയുടെ മോൻ ചെയ്തല്ലേ, അതുകൊണ്ട് അമ്മയെ കാണിച്ചിട്ട് ഊരിക്കളയാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞൊന്നും സത്യമല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സുപ്രിയമോളെ, ഞാൻ കണ്ടുപിടിച്ച സത്യങ്ങൾ ഏതൊക്കെ? എത്ര സന്തോഷത്തോടെയാ നിന്നെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചത് എന്ന് നീ ഓർക്കുന്നുണ്ടോ? അവന് നിന്നോടുള്ള സ്നേഹം സത്യമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. എന്നിട്ടും അവന്റെ കൈകൊണ്ട് തന്നെ നിന്നെ ഇല്ലാതാക്കി. ഞങ്ങൾക്കെല്ലാത്തിലും വലുത് നിന്റെ ആഗ്രഹങ്ങളും സന്തോഷമായിരുന്നു. അതിനുവേണ്ടിയാ നീ പറഞ്ഞ ആളെ തന്നെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചെന്നത്. എന്നിട്ടും അവൻ നിന്നെ ചതിച്ചു. അവന് മാപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല മോളെ. അധികം താമസിക്കാതെ അവനെ ഞാൻ വിലങ്ങുവെക്കും, ജയിലാക്കും. നിന്നെ കൊന്നതിനുള്ള ശിക്ഷ അവന് ഞാൻ വാങ്ങിക്കൊടുക്കും. എല്ലാവരുടെയും മുമ്പിൽ അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഓർമ്മകളിൽ അവൻ ജീവിക്കുന്നെന്ന മറ്റുള്ളവരോട് പറയുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിന്നെ ഇല്ലാതാക്കിയതിന്റെ കുറ്റബോധം കൊണ്ടാ അവൻ ഇങ്ങനെ അഭിനയിക്കുന്നത്. അത് ഞാൻ തീർത്തു കൊടുക്കാം. പേര് കേട്ട CBI ഉദ്യോഗസ്ഥൻ കൊച്ചുകുട്ടികളെ പോലെ നിന്ന് കരയുന്നു. കൊള്ളാം CBI. ഈ CBI എന്നൊക്കെ പറഞ്ഞാ ഒന്ന് സ്ട്രോങ് ആവണ്ടേ? നമ്മുടെ CBI സേതുരാമയ്യരെ പോലെ CBI ജയരാമൻ നല്ല ഗൗരവത്തിലൊക്കെ ഇരിക്കണ്ടേ? അല്ലാതെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയാൻ പാടുണ്ടോ? എന്റെ മനസ്സിലെ വേദന നിനക്കറിയില്ല ജ്യോതി. എനിക്കെല്ലാം അറിയാം. ഞാൻ നിങ്ങളെ കളിയാക്കിയതൊന്നുമല്ല. നിങ്ങളുടെ ഉള്ളിലെ സങ്കടവും ദേഷ്യമെല്ലാം ഒരു നെരിപ്പോട് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുവോ? അതാ നിങ്ങൾക്കിങ്ങനെ തോന്നുന്നു. ഇല്ല ജ്യോതി, എന്റെ അനുജത്തിയെ ഇല്ലാതാക്കിയവരോട് ക്ഷമിക്കാനോ അവർക്ക് മാപ്പ് കൊടുക്കാനോ എനിക്ക് പറ്റില്ല. അവനെ ഞാൻ ജയിലിൽ അടക്കിയത്